ശൈലി ഏതാണെന്ന് കണ്ടെത്താനാണ് ചോദിച്ചത്. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി. ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ശതകം ചൊല്ലിക്കുക. ഇനി ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് പര്യായപദങ്ങൾ. അപ്പോൾ അത് കറക്റ്റായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. മയിൽ, കേകി, ബർഹി, ആമ്പൽ, കുമുദം, കൈരവം, പൂവ്, കുസുമം, സൂനം, കുയിൽ, കോകിലം, പികം. ഒന്നുകൂടി പറയാം. മയിലിൻ്റെ പര്യായപദങ്ങളാണ് കേകി, ബർഹി. ആമ്പലിൻ്റെ പര്യായപദങ്ങൾ കുമുദം, കൈരവം. പൂവിൻ്റെ പര്യായപദങ്ങൾ കുസുമം, സൂനം. കുയിലിൻ്റെ പര്യായപദങ്ങൾ കോകിലം, പികം. ചേർത്തെഴുതുക. തല അധികം കെട്ട്, തലക്കെട്ട്. തല അധികം കെട്ട്, തലക്കെട്ട്. ഇനി വിപരീത പദങ്ങൾ ശരിയായത് ഏതെല്ലാം? അപ്പോൾ ശരിയായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആർജവം, കൗടില്യം. ആത്മീയം, ഭൗതികം. ആദാനം, പ്രധാനം. ആന്തരം, ബാഹ്യം. ആർജവം വിപരീത പദം കൗടില്യം. ആത്മീയം വിപരീതം ഭൗതികം. ആദാനം വിപരീതം പ്രധാനം. ആന്തരം വിപരീതം ബാഹ്യം. ഇനി ഒരു പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ല്. നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി. നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവർ. അടുത്ത PYQ സെറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഡെയിലി നിങ്ങൾ 1 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. PYQ മലയാളം, ഇംഗ്ലീഷും പിന്നെ കറണ്ട് അഫെയറൊക്കെ നിങ്ങൾക്ക് പഠിച്ചു പോകാം.